മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്നേഹിതരായ മറ്റ് സഹോദരന്മാരെ, നിങ്ങൾക്ക് കാണാപ്പുറം എന്ന യൂട്യൂബ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ്. ഒരു പെരുന്നാൾ ദിനം അതിരാവിലെ എല്ലാവരും കുളിച്ച് പുതുപുത്തൻ ഉടുപ്പുകളിട്ട് അത്തർ പൂശി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് മദീന പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ വഴിയോരത്ത് ഒരു കുട്ടി ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിനെ പോകുന്ന പല സഹാബാക്കളും കണ്ടു, പക്ഷെ ആരും അത്ര കാര്യമായി എടുത്തില്ല. പക്ഷെ ആ കുഞ്ഞ് വഴിയരികിരുന്ന് കരയുകയും വിങ്ങിപ്പൊട്ടുകയും ചെയ്യുന്നുണ്ട്. കാരണം ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള കുഞ്ഞായിരുന്നു അത്. ഇവരെല്ലാം പള്ളിയിലേക്ക് എത്തിയ സഹാബാക്കൾ. തൊട്ടു പിന്നാലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയോരത്തിലൂടെ നടന്നു വരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് വിങ്ങി കരയുന്ന കാഴ്ച കണ്ടു. ഉടൻ നബി തങ്ങൾ ആ കുട്ടിയുടെ അടുത്തേക്ക് നിന്ന് ആ കുട്ടിയെ വിളിച്ച് കൈക്ക് പിടിച്ച് അതിനോട് കാര്യങ്ങൾ അന്വേഷിച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കുളിപ്പിച്ച് വസ്ത്രങ്ങൾ ധരിച്ച് വളരെ സന്തോഷത്തോടുകൂടി ആ കുട്ടിയെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ സഹാബത്തെല്ലാം കാത്ത് ഇരിക്കുകയായിരുന്നു, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുഞ്ഞിനെയും കൈ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഈ കുട്ടിയെ നമ്മൾ അല്പം മുമ്പ് കണ്ടിരുന്നെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആയിരം നറുമണങ്ങൾ വീശുന്ന പൂക്കൾ വാരിയെറിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ, എല്ലാ സഹാബത്തിനെയും അത്ഭുത സ്തബ്ധരാക്കി നിർത്തുമാർ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് അതിനെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി സംരക്ഷിക്കുകയും ചെയ്തുവെങ്കിൽ അതാണ് ഒരു പ്രവാചകൻ്റെ ചര്യ എന്ന് പറയുന്നത്. വേദന എവിടെയുണ്ടോ അവിടെ പ്രവാചകൻ്റെ ചര്യ പഠിപ്പിക്കുന്നത് ആ വേദന അകറ്റുക എന്നതാണ്. എവിടെ സങ്കടമുണ്ടോ അവിടുത്തെ സങ്കടം മാറ്റുക എന്നതാണ്. അങ്ങനെ സങ്കടം മാറ്റി സംരക്ഷണം കൊടുത്ത് മുന്നോട്ട് പോയ ഒരു ജീവിതമായിരുന്നു അള്ളാഹിൻ്റെ പ്രവാചകൻ നമുക്ക് കാഴ്ചവെച്ചു തന്നത്. ആ മാർഗത്തിലൂടെ നാം സഞ്ചരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.